അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവര് താമസിക്കുന്നത്. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞിന് കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറെ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യമായി സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. ലക്ഷ്മിപ്രിയയുടെ, അതായത് നമ്മുടെ കൊലസ്ത്രീ അമ്മച്ചിയുടെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതില് ഇവര് പറയുന്ന കുറെ കാര്യങ്ങള്, അതുപോലെ ഇവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ കക്ക കക്ക എന്ന് പറഞ്ഞുള്ള കിരിയും. ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്, അതായത് ലക്ഷ്മിപ്രിയ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇതുപോലുള്ള വൃത്തികേട് പറയുന്നതിനെ കുറിച്ചിട്ട് അൻസിബ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം വരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തിന് പറ്റിയിട്ടില്ല. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നിയമത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണോ എന്തോ അതിന്റെ ആ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ഹോ, മദ്യം കാണാത്ത ഒരു കുലസ്ത്രീ. ആരുടെയോ വീഡിയോ ഇറങ്ങിയതിന്റെ അകത്ത് ഉണ്ടായിരുന്നു മദ്യം കാണാത്ത കുലസ്ത്രീയുടെ തനി രൂപം. പറയുമ്പോഴൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷെ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അൻസിബ, നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരത്തണമെങ്കിൽ അതിന് തക്കതായുള്ള എന്തേലും വലിയ റീസൺ കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ ലക്ഷ്മിപ്രിയ പറയുന്നത് വെച്ചിട്ട് ഏതോ ഫോട്ടോ അയച്ചു, ആ ഫോട്ടോ കണ്ട് ഭർത്താവ് സംശയിച്ചു, നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായി. ഇതാണ് നിങ്ങൾ പറയുന്ന വലിയ പ്രശ്നം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പേ ലക്ഷ്മിപ്രിയ സ്വന്തം ഭർത്താവിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. മറന്നുപോയോ? അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കുന്ന സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിലാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? ഈ കാലത്ത് കള്ളു കുടിക്കാതായിട്ടുള്ള പെമ്പിള്ളേര് വളരെ കുറവാ അമ്മച്ചി. അത് ആദ്യം അമ്മച്ചി ഒന്ന് മനസ്സിലാക്കണം. ഇത് 2026 അല്ലാണ്ട് 1990 അല്ലെങ്കിൽ ആ കാലഘട്ടമൊന്നും അല്ല. നിങ്ങൾക്ക് ഇത് ഇത്ര വലിയ തെറ്റായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, സർക്കാർ ഇത് വിൽക്കുന്നുണ്ടല്ലോ, അത് ആദ്യം നിങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങ് നിർത്തിക്ക്. വലിയ പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിലേ, കഥ തുടങ്ങുവാണെങ്കിലും ഭാഗ്യദേവതയാണെങ്കിലും ഇതിനപ്പുറമാണെങ്കിലും മോളിയാൻഡി റോക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും എന്താ പറയാ, നമ്മളെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ വളരെ വിഷമമാണ്. ആ ഒരൊറ്റ ദിവസം ജനറൽ ബോഡിയിൽ ആരെങ്കിലും ഒക്കെ കയറി നിന്ന് പറയും നമ്മൾ സഹോദരങ്ങളാണ്, സഹപ്രവർത്തകരാണെന്നൊക്കെ. ഈ സഹോദരനെയോ സഹപ്രവർത്തകനെയോ ഒന്ന് കണ്ടാൽ അദ്ദേഹം ഒന്ന് മിണ്ടുക പോലും നമ്മളെടുത്ത് ചെയ്യില്ല. ഇനി ഇങ്ങടെ തൊലിഞ്ഞ പ്രശ്നത്തില് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ വലിച്ചിടുക, ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. നിങ്ങളുടെ സ്വഭാവമാണ് ആരും നിങ്ങളോട് സഹകരിക്കാത്തത്. കാരണം നാളെ നിങ്ങൾ അവർക്കെതിരെയും തിരിയും. അതാണ് നിങ്ങളുടെ സ്വഭാവം. എന്റെ അനുഭവമല്ല, ഒരുപാട് പേർക്ക് എന്റെ അനുഭവം മാത്രമേ, എനിക്ക് അത് തന്നെയാണ് അനുഭവം. എന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ നടന്റെ അടുത്ത്, അതാണ് എന്റെ മൂന്ന് വലിയ മനുഷ്യർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം പോലും അതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്? സമൂഹത്തിൽ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണോ മനുഷ്യനെ വലിയവനാക്കുന്നത്? മനുഷ്യനെ വലിയവനാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് പോലും എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് യാതൊരു ഇതുമില്ലാത്ത ഓരോ
അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഈ നടൻ നാട്ടിലില്ല എന്ന് മെസ്സേജ് അയച്ചതിന്റെ പ്രതികാരമാണ് ഇപ്പൊ അത് വലിച്ചിവിടെ ഇട്ടിട്ട് ഈ പറയുന്നത്. നിങ്ങളുടെ താളത്തിനൊത്ത് എല്ലാരും തുള്ളാൻ നിൽക്കണോ? നിങ്ങൾ ആരും അതിന് മാത്രം? വലിയ നടൻ, മഹാനടൻ. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ മെസ്സേജ് ഒക്കെ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശനത്തിനും ലക്ഷ്മിപ്രിയയുടെ പുസ്തകത്തിന് അവതാരിക എഴുതാനും ലക്ഷ്മിപ്രിയയുടെ നാടകം കാണാനും ഒക്കെ വരുന്ന വിധത്തിൽ ലക്ഷ്മിപ്രിയ ഇനിയും വളരട്ടെ. അപ്പൊ അദ്ദേഹം ഐ എം നോട്ട് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ ഇറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു. ഇത് മോഹൻലാലാണ് എന്നുള്ളത് അവിടെ ഇവിടെ ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ആരും ആവട്ടെ, ഈ മനസ്സില് അസൂയ, കുശുമ്പ്, കുന്നായ്മ, പ്രാക്ക്, വിഷം ഇതൊക്കെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. അല്ലാണ്ട് സ്നേഹം, കരുണ, ബാക്കിയുള്ള കാര്യങ്ങളില്ലേ, അതൊന്നും അല്ല. നിങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് അസൂയ, വിഷം, കുശുമ്പും ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ സ്വഭാവം മുൻകൂട്ടി അറിയുന്ന ആൾക്കാർ ഒരിക്കലും ഇതിന് നിൽക്കത്തില്ല. കാരണം നാളെ ഒരു അവസരം വന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് നേരെയും കൂടെ കുത്തും. അമ്മാതിരി കയ്യിലിരിപ്പാണല്ലോ. 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാവോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, കടം അൻസിബ വന്ന് ചോദിച്ചു, അത് വാങ്ങിച്ചു, അത് തിരിച്ച് നിങ്ങൾക്ക് തരുകയും ചെയ്തു. പിന്നെ ആ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യം എന്തുവായിരുന്നു? അയ്യോ എന്റെ കയ്യിൽ നിന്ന് അൻസിബ കടം മേടിച്ചിട്ടുണ്ട് എന്നല്ല ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിട്ടോ. ഉളപ്പുണ്ടോ? നിങ്ങൾ കൊടുത്ത സാധനം നിങ്ങൾക്ക് ആ കുട്ടി തിരിച്ചു തന്നായിരുന്നല്ലോ. പിന്നെ ഈ പറയേണ്ട ആവശ്യം എന്തുവാ? നാട്ടു മൊത്തം പറഞ്ഞു നടക്കേണ്ട കാര്യം എന്തുവാ? നിങ്ങൾ 20 ലക്ഷം തട്ടിച്ചതോ ഓരോ പ്രശ്നമല്ല. അൻസിബ ഒരു 50,000 രൂപ വന്ന് കടം ചോദിച്ച് അത് തിരിച്ചു തന്നപ്പം വലിയ പ്രശ്നമായോ? നിങ്ങള് പറ്റിച്ചിട്ടുണ്ട് 20 ലക്ഷം രൂപ കേട്ടാ. ഓക്കെ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവര് താമസിക്കുന്നത്. വിറ്റേഴ്സ് ഗേറ്റ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ അവിടെ താമസിച്ചിട്ടില്ല, അവിടെ എന്താ നടന്നതെന്ന് അറിയില്ല. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ പറയുന്നു ഇതേ വിഷയം അവിടെ നടന്നിട്ടുണ്ട്, CCTV ഫുട്ടേജ് ഉണ്ട്. എന്തുവാ? ഏതേലും ഒന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. ഇത് എനിക്ക് അറിയത്തുമില്ല എന്ന ഈ കാര്യങ്ങൾ മൊത്തം പറയുകയും ചെയ്യുന്നു. ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് ക്യാഷിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എന്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ചേട്ടൻ നമ്മളെ കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കുന്നതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നും ഇല്ല ലക്ഷ്മിപ്രിയെ. ഇപ്പൊ ഞാൻ കാശ് ചോദിച്ചതിന്റെ പ്രതികാരമാണ് ആള് തീർക്കുന്നതെന്ന് കൂടെ പറഞ്ഞുണ്ടാക്കാൻ നോക്കുക. എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് അതാണ് ടിനിച്ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനിച്ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം അനുസരിക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് അങ്ങനെ സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടിനിച്ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂലോകോടായിപ്പായൊരുത്തൻ ടിനീട്ടോ. ഞാൻ അതിനെ അങ്ങനെ അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അതിൽ എനിക്ക് എന്താണ്? അവര് കന്യാകുമാരി പോയാൽ എനിക്ക് എന്താ, പോയില്ലെങ്കിൽ എനിക്ക് എന്താ? അതിൽ ഏറ്റവും രസകരമായ സംഗതി വെച്ചാൽ അന്ന് ഇവര് 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവര് കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് കൊടുത്തത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കാൻ ഒരു ഉളപ്പില്ലാത്ത ഒരു സാധനം. ഈ വീഡിയോ ലക്ഷ്മിപ്രിയക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കുക എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ബോധവും വിവരവും ഇല്ലാന്ന് പറ. അതുണ്ടായിരുന്നെങ്കിൽ ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയത്തില്ലല്ലോ. ഇവരെ തെറി വിളിക്കാനുള്ള കാര്യങ്ങൾ ഇവര് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കും. പിന്നെ എങ്ങനെ വിളിക്കാതിരിക്കും? ഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. പല 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 പ്രശ്നങ്ങൾ ഉണ്ടായി.
അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ചു, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ, വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ, ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറെ പുതിയ കഥകൾ ഇറക്കും. അത് വളരെ മോശമായ കഥകൾ. തെളിവ് സഹിതം അൻസിബ കൊണ്ടുവന്ന് സംസാരിച്ചപ്പോ ഇവർക്ക് ഉത്തരം പറയാനില്ല. അതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. അതിന്റെ പ്രതികാരമാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്, എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട്. ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്യപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസിയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. സത്യമല്ലേ പറഞ്ഞേ? അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് അത് ഇല്ലതും ഇല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞ് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. മുമ്പ് വേറൊരു വ്യക്തി കാരണമായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാരണമാണ്. ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യമായി സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്യപ്രിയ ദേവി അത് മനസ്സിലാക്കും. ആരാടായി പറയുന്നേ? ഇപ്പോഴും കുലസ്ത്രീ ആയിട്ട് നടക്കുന്ന ലക്ഷ്മിപ്രിയോടാണോ പറയുന്നേ? മദ്യം കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ലാത്ത ലക്ഷ്മിപ്രിയോടാണോ പറയുന്നേ? ബോധമുള്ള ആൾക്കാരോട് എന്തേലൊക്കെ പറഞ്ഞ കാര്യം ഉണ്ടാവും. ഇത് എന്നെ അടിക്കാനുള്ള വടി ഞാൻ തന്നെ തന്നേക്കാം എന്നും പറഞ്ഞ് രാവിലെ ഓരോ ഇന്റർവ്യൂ ആയിട്ട് അങ്ങ് ഇറങ്ങും. എന്നിട്ട് സ്വയം മേടിക്കും. അത്രേ ഉള്ളൂ. ഇനിയും മേടിച്ചു കൂട്ടട്ടെ. ശരി എന്നാ.